എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 7-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുണ്ട്. അവർ എന്നേക്കും ഉയർന്നിരിക്കും എന്നുള്ളതായ വചനമാണ്. ആരാണ് ഉയർച്ച പ്രാപിക്കുക? ആരാണ് ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുക എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഭയഭക്തിയോടെ നീതിയോടെ പരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്താൽ ഉയർച്ച പ്രാപിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, ആ ദൈവത്താൽ ലഭ്യമായ ഉയർച്ച അത് നഷ്ടമാകാതെ നിലനിൽക്കണമെങ്കിൽ ദൈവം നൽകുന്ന നന്മകളിൽ നിഗളിച്ചു പോകാതിരിക്കുകയും നന്മകൾ തന്ന ദൈവത്തോട് കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതായ വാക്കുകളും ഈ വചനത്തിനുള്ളിൽ കാണുവാനായിട്ട് സാധിക്കുകയാണ്. നാം 92-ാം സങ്കീർത്തനത്തിലേക്കൊന്ന് കടന്നു വന്നാൽ അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും എന്നുള്ള വചനമാണ്. ഒരു പനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരരി മണ്ണിനടിയിലേക്ക് പോയാൽ അത് കിളിർത്ത് ഭൂമിക്ക് മീതെ എത്തിച്ചേരണമെങ്കിൽ കാലങ്ങൾ കൊണ്ട് മാത്രമേ, സമയമെടുത്തു മാത്രമേ അത് പൊങ്ങി വരികയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ പുരോഗതികളും അതിൻ്റെ ഉയർച്ചകളുമൊക്കെ വളരെ സാവകാശതയുള്ളതും വളരെ സാവകാശം സംഭവിക്കപ്പെടുന്നത് നാം കാണുന്നതുമായൊരു ഘടകമാണ്. എന്നാൽ പനയെ അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ അത് വളരെ ബദ്ധപ്പാട് നിറഞ്ഞ ഒന്നാണ്. കാരണം അതിൻ്റെ വളർച്ച ആ നിലകളിലാണ് സംഭവിച്ചിട്ടുള്ളത്, ആ സാഹചര്യങ്ങളിലൂടെയാണ് അത് വളർന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. നാം വിശുദ്ധ ബൈബിൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഭക്തന്മാരെ തുലനപ്പെടുത്തിയിട്ടുള്ളത് ഒലിവിനോടും പനയോടും ദേവദാരുവിനോടുമൊക്കെ ചേർത്തു വെച്ചുകൊണ്ടാണ്. പന മരുഭൂമിയിലാണ് നിൽക്കുന്നത്. ദേവദാരുവും വളരെ ഉയർന്ന മലമുകളിൽ കാണപ്പെടുന്നു. ശക്തമായി കാറ്റടിക്കുമ്പോൾ അത് കുനിഞ്ഞ് ഭൂമിയോളം വരുന്നുണ്ടെങ്കിലും പനയെയോ ദേവദാരുവിനെയോ നശിപ്പിക്കുവാൻ കഴിയില്ലെന്നും ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒലിവും അതുപോലെ തന്നെയാണ്. എത്ര കാലം വെള്ളത്തിനടിയിൽ കിടന്നാലും അത് കെട്ടുപോകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആഴമായി തന്നെ ബോധ്യപ്പെടുത്തി തരുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട പ്രാവ് പോയി മടങ്ങി വരുമ്പോൾ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറയപ്പെട്ടെങ്കിലും പച്ച ഒലിവില കൊണ്ട് വരുന്നതായ കാഴ്ച നാം കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിയോടും ഭയത്തോടും ഭക്തിയോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നെങ്കിൽ നാം ഒരു പന വളരുന്നത് പോലെ ശാന്തമായി വളരും. എന്നാൽ അത് നിലനിൽക്കുന്ന വളർച്ചയായിരിക്കും. ഒരു ദേവദാരുവിനെ പോലെ അത് പ്രതികൂലത്തിൻ്റെ നടുവിൽ വളർന്നു വരും. അത് കാറ്റിൽ ആടി ഉലഞ്ഞാലും ഒടിഞ്ഞു പോകാതെ നിലനിൽക്കും. ഒരു ഒലിവിനെ പോലെ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ മുങ്ങിക്കിടന്നാലും
ഇല്ലാതെയായി പോകാതെ നിലനിൽക്കുന്ന അനുഭവമായിത്തീരും. നിലയിൽ ഒരു നീതിയോടെ ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരായ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഉയർച്ച പ്രാപിക്കേണ്ടതിന് അല്ല, ദൈവത്താലുള്ള ഉയർച്ച പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ നീതിയോടെ ജീവിപ്പാനും അത് പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.